പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നും എന്നേക്കും തന്നെ ആണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് ഇന്ന് ഈ പ്രൊട്ടസ്റ്റന്റ് ലോകം, പ്രത്യേകിച്ചും ഇന്നത്തെ പെന്തിക്കോസ്ത് സമൂഹം ആണത് പ്രധാനമായിട്ട്. നമ്മുടെ നാട്ടിൽ പ്രൊട്ടസ്റ്റന്റുകാരില്ല, നമ്മുടെ നാട്ടിലുള്ളത് ഈ പെന്തിക്കോസുകാരാണ്, പെന്തിക്കോസ് പ്രധാന സഭക്കാർ. അപ്പം ഇവർ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ചെയ്തിരിക്കുന്ന ദ്രോഹം ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പ്രശ്നം ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് ബൈബിളിലെ 27 പുസ്തകമുള്ളതിൽ അതിനകത്തെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ യഥാർത്ഥത്തിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വെളിപാട് പുസ്തകമാണ്. ഈ വെളിപാട് പുസ്തകത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു പെന്തിക്കോസുകാരൻ്റെ ജീവിതം, അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു 75% ഈ വെളിപാട് പുസ്തകത്തിൽ ആണ് ഇരിക്കുന്നത്. ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ വെളിപാട് പുസ്തകം ഒരിക്കലും അത് എഴുതപ്പെടുന്ന സാഹചര്യത്തിൽ അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് വേണ്ടിയാണ് അത് എഴുതുന്നത്. ഇന്ന് ആ 7 സഭകളിൽ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അത് എഴുതുന്ന കാലത്ത് ഇത് അഡ്രസ്സ് ചെയ്താണ് എഴുതുന്നത്. അവർക്ക് വരാൻ പോകുന്ന, അതായത് ദേവാലയ നാശത്തോടുകൂടെ അല്ലെങ്കിൽ ആ പീഡന കാലഘട്ടത്തിൽ അവർക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും പ്രയാസങ്ങളെ പറ്റിയും, അവർക്ക് ആ ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ചു നിൽക്കുന്നതിലൂടെ അവർക്ക് എങ്ങനെ രക്ഷയിലേക്ക് വരാൻ കഴിയും, അവരെ ആ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ കരകയറാം. അപ്പോൾ നിങ്ങൾ പ്രത്യാശ കൈവിടരുത്. ഇതിന് അവസാനം ഈ നിങ്ങൾ സഹിക്കുന്ന ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസാനം ഒരു അന്തിമ വിജയമുണ്ട്. അത് നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന നിങ്ങൾക്കൊരു അന്തിമ വിജയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ എഴുതപ്പെട്ട പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാട് പുസ്തകം. ഈ വെളിപാട് പുസ്തകം അതിന് 2 രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, AD 63 എഴുതിയതാണെന്ന് നമ്മുടെ സുറിയാനി സഭ ഇവിടെ ബൈബിളായ പശീത്തോ പിന്തുടരുന്നവർ ഒരു വാദം വെക്കുന്നുണ്ട്. അവ AD 63 ഇനി പാശ്ചാത്യ ലോകം അത് 90-കൾക്ക് ശേഷം എഴുതിയതാണ് എന്ന് വാദം വെക്കുന്നുണ്ട്. പക്ഷേ ഇത് സുറിയാനി സഭയുടെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ കാര്യത്തിൽ, എൻ്റെ ഒരു ബോധ്യത്തിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെളിപാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും അത് തുടങ്ങുമ്പോൾ തന്നെ യോഹന്നാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ കടന്നു പോകുന്ന യാതനകളിൽ നിങ്ങളുടെ കൂട്ടാളിയായിരിക്കുന്ന ഞാനെന്ന് പറഞ്ഞിട്ടാണ് 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ഇത് എഴുതുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ യഹൂദനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വെളിപാട് പുസ്തകത്തിൽ യഹൂദനോ അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളോ അവരോട് ചേർന്ന് നിൽക്കുന്നവരോ ആയ ഒരു സമൂഹത്തോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. എന്നാൽ ഇന്ന് ഈ പുസ്തകം എടുത്തു വച്ചിട്ട് അത് AD 70 സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ AD 70 സംഭവിക്കേണ്ട കാര്യങ്ങളെ എടുത്തു വച്ചിട്ട് ഇന്ന് ഈ പെന്തിക്കോസ്ത് ലോകത്തിൻ്റെ ദൈവശാസ്ത്രം എന്താണ്? അവരുടെ ദൈവശാസ്ത്രം 2 കാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ കുരിശുമരണം. 2, ഇനി ലോകാവസാനം.
അവര് ലോകാവസാനം എന്ന് പറഞ്ഞ് ഈ പറയുന്നത് മുഴുവൻ, ഈ ലോകാവസാനം കണക്ട് ചെയ്ത് കിടക്കുന്നത് മുഴുവൻ ഈ വെളിപാട് പുസ്തകത്തിലാണ് അവരുടെ. യേശു കള്ളനെ പോലെ വരുന്നു, പല വ്യൂ ഉണ്ട് ഇതിനകത്ത്. ഈ വെളിപാട് പുസ്തകത്തിന് തന്നെ പ്രൊട്ടസ്റ്റന്റുകാർ എഴുതിയ ഏകദേശം 60-70ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം വ്യത്യസ്ത അഭിപ്രായം. അതായത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം 7 വർഷം ക്രിസ്തു വരും, ഒളിച്ചു താമസിക്കും, അല്ല 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടേ വരൂ. അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോൾ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. എന്നാലും ഇവരുടെ അടിസ്ഥാനപരമായിട്ട് അവർ ചിന്തിക്കുന്നത് ഈ ലോകാവസാനം, ഈ വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ലോകാവസാനമാണ് ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന്. ഇത് എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കരിസ്മാറ്റിക്കിൻ്റെ അസ്ഥിത പിടിച്ച നമ്മളെ അപ്പോസ്തോലിക സഭകളിലുള്ളവരും ഈ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ അപ്പോസ്തോലിക സഭകളിലെ ധ്യാനഗുരുക്കന്മാർ, പ്രത്യേകിച്ച് അവരാണ് ഈ ദ്രോഹം ഈ സമൂഹത്തോട് ചെയ്യുന്നത്. അവരിപ്പോൾ അതിന് വ്യാഖ്യാനങ്ങളും ഒക്കെ ഈ യുദ്ധങ്ങൾ കാണുമ്പോൾ അതാ വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത് പോലെ സംഭവിക്കാൻ പോകുന്നു, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതിനെ അവരും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയേറെ സഭാവിശ്വാസികൾ, അതായത് നമ്മുടെ അപ്പോസ്തോലിക സഭയുടെ ലിറ്റർജി എന്താണെന്നോ യഥാർത്ഥ വിശ്വാസം എന്താണെന്നോ അറിയാൻ പാടില്ലാത്ത ക്രിസ്ത്യാനികളായിട്ട് തുടരുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഈ എല്ലാ അപ്പോസ്തോലിക സഭയിലും ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അത് ഒരു കണക്കിന് ശരിയാണ്. അവരെ സംബന്ധിച്ച് ഒരു കുർബാന കൂടുക, പിന്നെ അതിനുശേഷം ആ കൂട്ടായ്മയിൽ വരിക, കുർബാന കൂടുക, കൂദാശ സ്വീകരിക്കുക, വീട്ടിൽ പോവുക, അവൻ വല്ലതും അഴുത്തി വീഴ്ച കഴിക്കുക, അല്ലെങ്കിൽ അവൻ ജോലിക്ക് പോവുക. അങ്ങനെ അവർ നോർമൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് നിങ്ങൾക്കറിയാൻ പാടില്ലാതെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു സാധനം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റന്റുകാരും പെന്തിക്കോസുകാരും അവരെ വഴിതെറ്റിക്കുന്നത് കൂടാതെ ഇപ്പോൾ നമ്മുടെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി ഇതാ വെളിപാട് പുസ്തകം. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു കത്തോലിക്ക സഭയ്ക്ക് അടിമേടിച്ചു കൊടുക്കാൻ പലരും നടക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും വൈഷ്ണോദേവിയിലൊക്കെ ചെന്ന് നിന്നേച്ച് അതിനെ ശപിക്കുകയും അങ്ങനെ പെന്തിക്കോസുകാരനാണെന്ന് ആൾക്കാരിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും പിന്നീട് മനസ്സിലായി അല്ലല്ല ഇത് കത്തോലിക്ക കരിസ്മാറ്റിക്കിന്റെ അസ്ഥിതയുള്ള പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുരുമാത്ര സന്തോഷെന്നോ അങ്ങനെ എന്തോ പുള്ളിയുടെ പേര്. അപ്പോൾ ഈ പുള്ളിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ശാലൻ TV-യിൽ ഞാൻ ഈ പുള്ളിയുടെ ഒരു പ്രസംഗം ഇതിനകത്ത് കേൾക്കാടെ. അപ്പോൾ പുള്ളി ഇതിനകത്ത് വെളിപാട് പുസ്തകത്തിന്റെ അകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സംഭവിക്കുന്നത് മുഴുവൻ. എന്നാ തേങ്ങയാ ഈ വെളിപാട് പുസ്തകം. കത്തോലിക്കനായിരിക്കുന്ന അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം, വെളിപാട് പുസ്തകം എന്തിന് ഈ പറഞ്ഞിരിക്കുന്ന 27 പുസ്തകത്തിൽ ചേർത്തു എന്ന് ഈ പുസ്തകത്തിന്റെ ആദ്യമായിട്ട് അതിന്റെ ഒരു കാനനൈസേഷന് പ്രഥമമായിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തനീഷ്യസ് തന്റെ ഈസ്റ്റർ സന്ദേശത്തിൽ പറയുന്ന ഈ 27 പുസ്തകത്തെ പറ്റിയുള്ള റെഫറൻസാണ്. അപ്പോൾ ഈ അത്തനേഷ്യസിനോട് AD 381 നമ്മുടെ ദമാസിസ് മാർപ്പാപ്പ, ഇന്നാണ് മാർപ്പാപ്പ, അന്ന് പാത്രിയാർക്കീസാണ്, അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതെന്തിന് ഈ വെളിപാട് പുസ്തകം ഇതിനകത്ത് എടുത്ത് വെക്കണം, ഈ 27-നകത്ത് ഇതിന്റെ റെലവൻസ് ഇല്ലല്ലോ. അപ്പം അതിന് ഉത്തരമായിട്ട് അത്തനേഷ്യസ് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ആരാധനയെ സംബന്ധിച്ചും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വിശുദ്ധമായ കാര്യങ്ങൾ ആചരിക്കുന്നതിനുമുള്ള റെഫറൻസ് ആയിട്ട് നമുക്ക് അതിന്റെ വെളിപ്പെടുത്തലായിട്ട്, അതായത് സ്വർഗീയ ആരാധനയുടെ വെളിപ്പെടുത്തലായിട്ട് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു റെലവൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ സാധനം ഇപ്പോഴും റോമൻ ആർക്കഡിലുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കത്തോലിക്കനായിട്ടിരിക്കുന്ന ഇദ്ദേഹം പറയുകയാണ് വെളിപാട് പുസ്തകം ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കരുത്. കാരണം ഇത് സഭയുടെ വരവല്ല. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ക്രിസ്തു രണ്ടാമത് വരുന്നില്ലേ, പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ 2-ാം ഖണ്ഡികയിൽ അവസാനം എഴുതി വച്ചിരിക്കുന്നു വരുവാനിരിക്കുന്ന ലോകത്തെ വിധിപ്പാനായിട്ട് വരുന്നു. നമ്മളിവിടെ പറയുന്നത് എന്താ, കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് തന്റെ മഹത്വ പ്രത്യക്ഷതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ളവര് അപ്പോസ്തലിക സഭക്കാർ വിശ്വസിക്കുന്ന മഹത്വ പ്രത്യക്ഷതയാണ് അവന്റെ. അല്ലാതെ ഇവിടെ വന്നിട്ട് 1000 വർഷം വാഴുന്നു,
പിന്നെ 7 വർഷം ഒളിച്ചു കഴിയുന്നു, പിന്നെ അതിനുശേഷം സാത്താനെ തുറന്നു വിടുന്നു, സാത്താൻ വരുന്നു, പിന്നെ അങ്ങനെ അമ്പട യുദ്ധം, കുതിരയുടെ കാലിന്റെ മുട്ടോളം ചോരയിൽ കുളിച്ചിരിക്കുന്നു, പിന്നെ ഒലിവുമല വെട്ടിക്കീറി 2ആക്കി വെക്കുന്നു എന്ന് വേണ്ട. ഇതിനകത്തുള്ള സർവ്വഭോഷ്കും, അതായത് അലിഗോറിക്കൽ സ്റ്റൈലിൽ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരിയുടെ കയ്യിൽപ്പെട്ടാൽ അവർക്കിത് മനസ്സിലാവാതെ, എന്നാൽ സഭയ്ക്കുള്ളിൽ ഇത് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകത്തെ ഇന്ന് നമ്മൾ എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് വെച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ്, ലോകാവസാനമാണ്, എന്ത് പിന്നെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും, ചന്ദ്രൻ ഇരുട്ടു പോവും, സൂര്യനെ പ്രഭയില്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് കോമൺ സെൻസ് ഉള്ളവർക്ക്, എനിക്ക് ചിരി വരുന്നു, കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം ഈ ഭൂമിയേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. 100 ഇരട്ടി, 200 ഇരട്ടി, 300 ഇരട്ടിയൊക്കെ വലിപ്പമുള്ള വലിയ നക്ഷത്രങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഈ ഭൂമിയുടെ അയലോക്കത്തൂടെ പോയാൽ പോലും തീർന്നു പോകാവുന്നതേ ഉള്ളൂ ഈ ഭൂമിയിലെ കാര്യം. അപ്പോഴാണ് പറയുന്നത് നക്ഷത്രങ്ങൾ പൊഴിയും എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ച് വിറച്ച് കർത്താവിൽ വിശ്വസിച്ചോണം, ഇല്ലെങ്കിൽ ആ പുള്ളി ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെല്ലാവരെയും കൊണ്ട് എടുത്തു വെച്ച് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാരെ ഭയപ്പെടുത്താനും ആ ഭയത്തിലൂടെ ഈ മതസംവിധാനത്തെ വളർത്താനും, പെന്തിക്കോസ്തു മതം എന്ന് പറയുന്ന ഒരു മതസംവിധാനത്തെ വളർത്താൻ വേണ്ടി ഈ വെളിപാട് പുസ്തകം ആൾക്കാർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ പെന്തിക്കോസുകാർ ഇതെന്തിനാ ഉപയോഗിച്ചോട്ടെ. എന്നെ സംബന്ധിച്ച് പെന്തിക്കോസുകാർ, ഞാൻ അവരെ വിമർശിക്കാൻ സമയം മെനക്കെടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആവറേജ് ബുദ്ധി ഈ പുസ്തകത്തിനകത്ത് പണയം വെച്ച് വെച്ചതാ. അപ്പം നമ്മളിനി അവരോട് എന്ത് പറഞ്ഞാലും അവർ പറയും നമ്മൾ സാത്താനാണെന്ന് പറയും. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ പെന്തിക്കോസിനകത്ത് എന്നിട്ട് പുറത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവൻ പിന്മാറ്റക്കാരനാണ്. ഇനി അതിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവനെന്തോ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി പറയുന്നു, ദൈവദാസന്മാരെ അത് പറയുന്നു. ഞാൻ ഈ കൂട്ടത്തിലൊന്നും പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അവർ കാണിക്കുന്ന മണ്ടത്തരത്തെ നമ്മുടെ സഭക്കാരും ഈ അപ്പോസ്തോലിക സഭക്കാരും ഈ വെളിപാട് പുസ്തകത്തെ കൃത്യമായിട്ട് അറിയാവുന്ന അപ്പോസ്തോലിക സഭയിലെ ധ്യാനഗുരുക്കന്മാരും ഈ പാത പിന്തുടർന്ന് ജനത്തെ വഴിതെറ്റിക്കുന്നത് വളരെ തെറ്റാണ്, വളരെയേറെ തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ജീവിതം നയിക്കുന്ന ഒരു അപ്പോസ്തോലിക സഭക്കാരനെ സംബന്ധിച്ച് അവന്റെ മാനസികാവസ്ഥയെ തകർക്കുന്നതാണിത്. നിങ്ങളെപ്പോലുള്ള 10 പേർ എണീച്ച് നിന്നിട്ട് ഇതിനെ ശരിയാണ് എന്ന് പറയുമ്പോൾ ഇത് പെന്തിക്കോസിലേക്കുള്ള വളർച്ചയെ, കൊഴിഞ്ഞുപോക്കിനെ സഹായിക്കാനേ ഇത് ഉപകരിക്കൂ അപ്പോസ്തോലിക സഭക്കാർക്ക്. ഈ അപ്പോസ്തോലിക സഭയിൽ നിൽക്കുന്നവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലിറ്റർജിയിൽ ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വായിച്ച് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ആരാധനയിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ എന്തെങ്കിലും റെഫറൻസ് നിങ്ങൾ വായിച്ച് കേൾക്കുന്നുണ്ടോ? നമ്മൾ പഴയ നിയമം വായിക്കുന്നുണ്ട്, പുതിയ നിയമം വായിക്കുന്നുണ്ട്, അപ്പോൾ സുവിശേഷം വായിക്കുന്നുണ്ട്, ലേഖനങ്ങൾ വായിക്കുന്നുണ്ട്, നമ്മുടെ സ്ലീഹന്മാരുടെ ലേഖനങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ വെളിപാട് പുസ്തകം വായിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുറിയാനി സഭയ്ക്ക് സുറിയാനി പശീത്തോയിൽ ഇല്ലാതിരുന്ന ഒരു 9-ാം നൂറ്റാണ്ട് വരെ സുറിയാനി പശീത്തോയിൽ ഇല്ലാതിരുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന വെളിപാട് പുസ്തകം. അന്നത്തെ സുറിയാനി സഭ പിന്നെ പിതാക്കന്മാരെന്താ ഈ മഹത്വ പ്രത്യക്ഷതയെ അംഗീകരിക്കാത്തത് കൊണ്ടാണോ ഇത് 9-ാം നൂറ്റാണ്ട് വരെ ഇല്ലാതിരുന്നത്? അത് 9-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോ? 9-ാം നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ സുറിയാനി ഭാഷയിലേക്ക് ഒരു തർജ്ജിമ കൂടി വരുന്നത്. അങ്ങനെ ആ തർജ്ജിമയിലൂടെയാണ് അത് തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തത്. അത് വേറെ വിഷയമായതുകൊണ്ടാണ് അങ്ങോട്ട് കടക്കാത്തത്. അന്നേരം അത് ഒരു വലിയ ചരിത്രം പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ 9-ാം നൂറ്റാണ്ട് വരെ സുറിയാനി സഭയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പൊ സുറിയാനി സഭ എന്ന് പറയുന്ന നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി ഈ വെളിപാട് എന്ന് പറയുന്ന പുസ്തകം
ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയതാണെന്ന് അറിയാവുന്ന നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ചെയ്യരുത്, ഈ ചതിയിലേക്ക് പോകരുത്. സഭാപിതാക്കന്മാർ ഇതിനെ വിലക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന, അതായത് ഇപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പം തന്നെ നമ്മുടെ സഭാമക്കൾ, അതായത് വരുന്ന തലമുറ നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ സമ്മതിച്ചാലും ഞാൻ സമ്മതിച്ചില്ലെങ്കിലും എങ്ങനെയായാലും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഇത് സത്യമാണ്. എന്തുകൊണ്ട് സത്യമാണ്? അവരെ സംബന്ധിച്ച് ദൈവം സ്നേഹമാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം നിങ്ങളെ പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇമാതിരി വ്യാജ സുവിശേഷം പറയുന്ന കുറച്ച് ആൾക്കാരെയാണ്. അതിലൂടെ സഭാമക്കൾക്ക് ഉണ്ടാകുന്ന മാനസികമായും മാനസിക സംഘർഷങ്ങൾക്കും ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വമാണ്? അവനെ ഡിപ്രഷനിലേക്ക് നയിക്കാനേ ഇത് ഉപയോഗിക്കത്തുള്ളൂ. നമ്മുടെ സഭയ്ക്കില്ലാത്ത ഒരു ടീച്ചിങ്സ് എങ്ങനെ നമ്മുടെ സഭയ്ക്കുള്ളിലേക്ക് കയറുന്നു എന്ന് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് AD 70 യഹൂദന്റെ ദേവാലയ നാശവും അതിനോടനുബന്ധിച്ച് ക്രിസ്ത്യാനികൾ പെല്ലായിലേക്ക് ഓടിപ്പോകുന്നതും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സംഭവത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന പുസ്തകമാണ് ഈ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകം. അല്ലാതെ അത് ഇന്ന് ലോകാവസാനം എന്ന് പറയുന്ന ഒരു ദുരുപദേശത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല. അത് ഈ ലോകാവസാനം, ഈ വെളിപാട് പുസ്തകത്തിലെ ലോകാവസാനമാണ് ക്രിസ്ത്യാനിയുടെ ലോകാവസാനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പെന്തക്കോസ്ത് ആശയത്തിലേക്ക് നമ്മുടെ സുറിയാനി സഭാ വിശ്വാസികളെയോ കത്തോലിക്ക സഭാ വിശ്വാസികളെയോ പറഞ്ഞു വിടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുവരെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.